എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കി. എൻ്റെ ബന്ധുക്കൾ എന്നെ നോക്കി ചിരിച്ചു. മറ്റു പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ പിന്തിരിയാൻ എനിക്ക് ഭാവമില്ല. ഞാനൊട്ട് പിന്തിരിയുന്നുമില്ല. സബ്സ്ക്രൈബേഴ്സൊക്കെ വരും, പുറകെ വരും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും നല്ലൊരു സമയം ഉണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് എൻ്റെ ആവശ്യകതയാണ്. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ. അല്ലെങ്കിലും നമ്മൾ ഏതൊരു പരിപാടിയും ഏതൊരു പ്രവൃത്തിയും തുടങ്ങി വയ്ക്കുമ്പോൾ ഒട്ടനവധി നെഗറ്റീവുകൾ നമുക്ക് നേരെ ഉണ്ടാവും, പോസിറ്റീവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോസിറ്റീവിനെ നമുക്ക് കിട്ടുന്ന ഊർജ്ജമായിട്ട് തന്നെ എടുക്കുക. നെഗറ്റീവിനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ ലക്ഷ്യമായിട്ട് നമ്മൾ മുൻപോട്ട് സഞ്ചരിക്കുക തന്നെ ചെയ്യുക. പറഞ്ഞു വരുന്നത്, നമുക്കൊരു ആഗ്രഹവും ഒരു ലക്ഷ്യവും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുത്താലും പ്രത്യേകിച്ച് വലിയ ഉയർന്ന ഒരു പൊസിഷനിലേക്ക് അല്ലാതെ എത്തിപ്പെടുന്നവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിച്ചു പോകുവാൻ ഒരു അധിക വരുമാനം കൂടിയേ തീരൂ എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അതുപോലെ ഒരു വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ വിലക്കയറ്റത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലിയിൽ എത്തിപ്പെടുന്നവർക്ക് ഒരു അധിക വരുമാനം കൂടിയേ തീരുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഉള്ള പരിശ്രമവും ഒരു വശത്ത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് ഗവൺമെൻറ് അനുശാസിക്കുന്നില്ല എന്നത് സത്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇപ്പോൾ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടണം എന്നില്ല. ഒരുപാട് ജീവിക്കുവാനുള്ള തൊഴിൽ മാർഗവും വരുമാന മാർഗവും നമ്മുടെ മുൻപിലുണ്ട്. എടുത്തു പറയേണ്ടതാണ് ഇതുപോലെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ. ഇത് ഒരു വരുമാന സ്രോതസ്സ് കൂടിയാണല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ടാൽ, ഒരുപാട് പ്രയത്നിച്ചാൽ ഇതുവഴി നമുക്കൊരു വിജയം കണ്ടെത്താമെന്ന് അനുഭവസ്ഥർ വിലയിരുത്തുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രയത്നിക്കുക, തീവ്രമായി ആഗ്രഹിക്കുക. അപ്പോൾ വിജയം നമ്മുടെ കൂടെ ഉണ്ടാവും. വിജയത്തിലെത്താൻ തന്നെ ദൈവവും നമ്മുടെ കൂടെ ഉണ്ടാവും, ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. എനിക്കും സബ്സ്ക്രൈബേഴ്സും റീച്ചും ഒക്കെ ഒരു നാളിൽ വന്നു ചേരും. എൻ്റെയും പ്രയാസങ്ങളൊക്കെ മാറും എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. നമ്മൾ കാണുന്ന പോലെ ആവില്ലല്ലോ എല്ലാവർക്കും. എല്ലാവരുടെ ഉള്ളിലും എന്തുമാത്രം പ്രയാസങ്ങൾ, വിഷമങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ഓരോ ലക്ഷ്യവുമായിട്ട് മുന്നിട്ടിറങ്ങുന്നത്. എനിക്കറിയാം, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും നിങ്ങൾ ഒരുപക്ഷെ കാണുന്നവർ സ്ക്രോൾ ചെയ്ത് പോകും. ഒന്ന് അത് ഓപ്പൺ ചെയ്ത് കാണാൻ പോലും ആരെങ്കിലും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല മനുഷ്യരും ഉണ്ടാവാം. കാരണം ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് തുടക്കത്തിലുള്ള ആൾക്കാരെ ആരും പ്രൊമോട്ട് ചെയ്യാത്തത്? തുടക്കക്കാരെ ആരും പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരുപാട് റീച്ച് കിട്ടി ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്നവർക്ക് വീണ്ടും വീണ്ടും
നല്ല അവസരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു തുടക്കക്കാരിയാണ്. എനിക്കറിയാം എനിക്ക് എത്രത്തോളം ചാൻസ് ഉണ്ട് എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പോൾ അനുകൂലമായ സാഹചര്യമാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഗ്രഹം എനിക്കുണ്ടെങ്കിൽ ഞാനും ഒരുപക്ഷെ മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷെ പിന്മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം എന്നെപ്പോലെ ഒരുപാട് പേർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. കാരണം അവർക്കൊക്കെ ഒരു തീവ്രമായ ലക്ഷ്യമുണ്ട്. അവരെ കൊണ്ടുള്ള അവരുടെ ചുറ്റുപാടുകളാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനവും ഒരു പ്രവൃത്തിയുമായിട്ട് മുന്നിട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും എത്തിപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും എൻ്റെ കൂടെ വിജയം ഉണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്.